ഇതാണ് മലിനജലം വൻതോതിൽ കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ. നമ്മുടെ മുക്കം സ്വദേശി മുഹമ്മദ് മോൻ്റെ ഈ കാട്ടിയാട് പോലുള്ള ക്രഷറിൽ നിന്നും വരുന്ന വൻതോതിലുള്ള മലിനജലത്തിൻ്റെ ഈ കാഴ്ചയാണ്. ക്യാൻസർ രോഗം വിളിച്ചു വരുത്താൻ സഹായിക്കുന്ന ഈ നമ്മുടെ വെടിമരുന്നിൻ്റെ അംശം 95% അടങ്ങിയിരിക്കുന്ന ഈ വെള്ളം ജലാശയങ്ങളിലേക്കും മറ്റും അറബിക്കടൽ വരെ പോകുന്ന, അതുകൊണ്ട് തന്നെ ഈ തോടിൻ്റെയും അതേപോലെ തന്നെ പുഴയുടെയും വക്കിലുള്ള സ്രോതസ്സുകളും കുടിവെള്ള പദ്ധതികളിലേക്കും ഇതിൻ്റെ അംശം കലരുകയാണ്. മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ മാറാ രോഗങ്ങൾ ഇതുഫലം ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ നേർക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ 5-ാം വാർഡ് മെമ്പറും 6-ാം വാർഡ് മെമ്പറും ഇതിനൊരു ഉത്തരം നൽകിയേ പറ്റൂ. കാരണം ഈ ജനങ്ങൾക്ക് ജീവന് ഭീഷണിയാകുന്ന ഈ നമ്മുടെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്ന ഈ ഒരു പ്രക്രിയ നിർത്തണമെന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയ ഇവിടെ അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ ഇതിൽ കുളിക്കുന്ന പല ആളുകൾക്കും ഈ വെടിമരുന്നിൻ്റെ അംശം അതുപോലെ തന്നെ മലിനജലം കാരണം ഇവർക്ക് കുളിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നിയമവുമില്ലാതെ എല്ലാ നിയമങ്ങൾക്കും ഈ ഒരു ക്വാറിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഊർങ്ങാട്ടിരി പഞ്ചായത്ത് ഭരണസമിതി ഇതിന് തക്കതായ ഉത്തരം നൽകിയേ പറ്റൂ. ഈ ഒരു മനുഷ്യ ജീവന് ഭീഷണിയാകുന്ന ഈ വൻതോതിലുള്ള മലിനജലം ഇത് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ 5-ാം വാർഡ് മെമ്പറും 6-ാം വാർഡ് മെമ്പറും ഇതിന് ഉടനടി ഒരു ഉത്തരം നൽകിയേ തീരൂ എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇതാണ് വൻതോതിൽ മലിനജലം വരുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഈ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന ഈ ഒരു പ്രക്രിയ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഒരുപാട് കുടിവെള്ള പദ്ധതികൾ ഇതിൻ്റെ ഈ തോടിൻ്റെ വക്കിലും അതുപോലെ തന്നെ പുഴയുടെ വക്കിലുമുണ്ട്. മഞ്ഞപ്പിത്തം പോലുള്ള മാറാ രോഗങ്ങൾ കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഇവിടെയുള്ള ജനങ്ങൾ നമ്മുടെ തീ പടരുന്നത് പോലെയാണ് മഞ്ഞപ്പിത്തം പടരുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ ക്വാറികളിൽ നിന്നും വരുന്ന മലിനജലം കാരണം കൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾക്ക് മഞ്ഞപ്പിത്തം വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രക്രിയ നിർത്തണമെന്നാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്.